നമ്മളിന്ന് ഡൽഹിയിലാണ്. കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിലല്ലേ? ഡൽഹി ഡയറി എല്ലാരും കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടെന്ന് അറിയാം അല്ലേ? അതെങ്ങനെ? എനിക്കറിയാം, വ്യൂവേഴ്സിന്റെ എണ്ണം കൂടിയല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എനിക്കാണ് പ്രശ്നം. നിനക്കാണോ പ്രശ്നം? നിന്റെ പ്രശ്നം ഞാൻ പറയട്ടെ. പറയാ പല സ്ഥലത്തും നമുക്ക് കിറ്റിയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആള് കൂടും. അവരെല്ലാം ഹിന്ദി സംസാരിക്കുന്നവരല്ലേ. നമുക്കാണെങ്കിൽ ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. അത് മാത്രമല്ല, പല സ്ഥലത്തും സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. ക്രൗഡ് വല്ലാതെ വരുമ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് അവിടെ നിയന്ത്രിക്കാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് പല സ്ഥലത്തും കിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഞാൻ വണ്ടി തന്നെ ഇരിക്കാം. വന്നിട്ട് വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് പോകുന്നത് ചെങ്കോട്ട. അറിയാല്ലേ? ഇന്ന് നമ്മൾ ചെങ്കോട്ടയാണ്. ചെങ്കോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. നമ്മൾ പലപ്പോഴും വാർത്തകളിലും നമ്മൾ ചാനലിലൊക്കെ കാണൂലേ, ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തുന്നതൊക്കെ നമ്മൾ അഭിമാനത്തോടുകൂടി കാണുന്നതാണ്. ആ ചെങ്കോട്ട ഒന്ന് നേരിട്ട് കാണാനാണ് ഇന്ന് പോകുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ വരൂ. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ബാറ്ററി വണ്ടിയിൽ കയറിയിട്ട് സൗണ്ടിൻ്റെ ശല്യമൊന്നും ഇല്ലാതെയാണ് നമ്മളിതിൽ യാത്ര ചെയ്യുന്നത്. കോട്ടയുടെ ഒരു ഭാഗം നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് വരുന്നത്. ഇതിൽ ഇരുന്ന് ഞാൻ നോക്കുമ്പോഴാണ് ഇതിൻ്റെ വലുപ്പവും അതിൻ്റെ ഒരു ഗാംഭീര്യവും മനസ്സിലാകുന്നത്. ഈ പച്ച പുൽത്തകിടി പോലെ കാണുന്ന കണ്ടോ, അത് ശരിക്കൊരു കിടങ്ങാണ് കേട്ടോ. പഴയ കാലത്തെ കോട്ടകളുടെയൊക്കെ ചുറ്റിനും ഇതുപോലുള്ള വലിയ കിടങ്ങുകളുണ്ടാവും. അതിനകത്ത് നിറയെ മുതലകളൊക്കെ ഇടാറുണ്ട് പല സ്ഥലങ്ങളിലും. അതിനുണ്ടാക്കിയിട്ടുള്ള കിടങ്ങാകാനാണ് സാധ്യത ഇത് കാണുന്നത്. പിന്നെ ഇതിൽ കയറാനായിട്ടുള്ള പ്രവേശന കവാടത്തിലേക്ക് നമ്മളിപ്പോൾ തന്നെ അങ്ങോട്ട് എത്തും കേട്ടോ. അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് അതിൻ്റെ ഗാംഭീര്യം കാണാം. ചെങ്കോട്ടയുടെ വലുപ്പവും എല്ലാം നമുക്ക് കാണാം. ഈ കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത് 17-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. അന്ന് ഇതിന് ചുവരുകളുടെ നഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്ന് വെച്ചാൽ പഴയ ഡൽഹി. മുഗൾ ചക്രവർത്തിമാരുടെ തലസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്ന ഈ സ്ഥലത്തിനെയാണ് പഴയ ഡൽഹി എന്ന് പറയുന്നത്. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാനാണ് ഇത് നിർമ്മിച്ചത്. ചുവപ്പ് കോട്ടയെന്നും ചെങ്കോട്ടയെന്നും റെഡ് ഫോർട്ട് എന്നും എല്ലാം പറയുന്നത് ഇതിനെ തന്നെയാണ്. നമ്മളിതിൻ്റെ പ്രധാന കവാടത്തിലേക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന കവാടമാണ് ലാഹോറി ഗേറ്റ്. തെക്ക് ഭാഗത്ത് ഡൽഹി ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റും പിന്നെ യമുന നദിയുടെ ഭാഗത്തൊരു ഗേറ്റും കൂടി ഇതിനുണ്ട്. നമ്മളിപ്പോൾ ലാഹോറി ഗേറ്റിൻ്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു. ലാഹോറി ഗേറ്റിൻ്റെ അകത്ത് കടന്നു കഴിയുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഉയരത്തിൽ നല്ല ചുവന്ന കട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ടയാണ്. ഡൽഹിയിലുള്ള മറ്റ് കോട്ടകളെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചിത്രപ്പണികളൊന്നും അത്രയും ഡെപ്തിൽ കാണുന്നില്ല. എങ്കിലും ഇതിനകത്ത് ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രപ്പണികളുള്ള തൂണുകളെല്ലാം ധാരാളമായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നിലുള്ള തട്ട് പോലുള്ള ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾ നമുക്ക് തരുന്നത്. ഈ ലാഹോറി ഗേറ്റിൻ്റെ മുകളിൽ എപ്പോഴും ഇന്ത്യൻ പതാക ഉയർത്തിയിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കാണുന്നത് നേരെ കയറിപ്പോകുന്ന ഈ ഭാഗം ഒരു മാർക്കറ്റാണ്. ഇതിന് ഛത്താ ചൗക്ക് എന്നാണ്. ഛത്താ ചൗക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മേൽക്കൂരയുള്ള മാർക്കറ്റ് എന്നാണ്. അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്നത് ഒരുപാട് ചിത്രപ്പണികളെല്ലാം ചെയ്തിട്ടുള്ള തൂണുകൾ, ധാരാളം തൂണുകളും ഇതുപോലുള്ള കമാനങ്ങളും ഒക്കെ ചിത്രപ്പണി ചെയ്തിട്ടുള്ള ഒരു മന്ദിരമാണ്. ഇതിനെ ദിവാനിയം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇവിടെ വെച്ചിട്ടാണ് രാജാവ് ഇവിടുത്തെ ഒരു പ്രധാന ഇരിപ്പിടത്തിൽ കൊണ്ടാണ് രാജാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. നേരെ കാണാം. ജനങ്ങൾക്ക് രാജാവിനെ മുഖം കാണിക്കാനുള്ള അവസരവും ഇവിടെ വെച്ച് തന്നെയാണ്. ഇവിടുത്തെ തൂണുകളിലെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മളുടെ പല സ്ഥലത്തും കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഈ തൂണുകളിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ അകത്തേക്ക് കയറിയാൽ ഇതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ള കൊത്തുപണികളും നല്ല മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെയുള്ള ഒരു ഇരിപ്പിടം. അതിലാണ് ചക്രവർത്തി ഇരുന്ന് സംസാരിക്കുന്നത് ജനങ്ങളോട്. ഇവിടുന്ന് നേരെ നോക്കിയാൽ കാണാവുന്ന ഒരു വെണ്ണക്കല്ലിൽ തീർത്തിട്ടുള്ള ഒരു മണ്ഡപം കാണാം. അതിന് നേരെ നോക്കിയാൽ കാണാം. അതിനകത്ത് ഇരുന്നു കൊണ്ടാണ് രാജാവ് ജനങ്ങളോട് സംസാരിക്കുന്നത്.
അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ നമ്മൾ ശ്രമിച്ചപ്പോൾ ഒരു പ്രശ്നം, അതിന് ചുറ്റിനും ചില്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പകൽ സമയത്ത് ഈ ലൈറ്റ് മുഴുവൻ അടിച്ചിട്ട് ആ ചില്ല് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ വല്ലാതെ ഡിസ്റ്റർബായി. തപാൽ വകുപ്പിൻ്റെ ഒരു മ്യൂസിയം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടുള്ള സ്റ്റാമ്പുകളുടെയൊക്കെ ഒരു ശേഖരണമുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് നമ്മുടെ കേരളത്തിലുള്ള അഞ്ചൽപ്പെട്ടി ഇവിടെ കണ്ടു. കാണാൻ ഏറ്റവും മനോഹരവും ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ളതാണ് അഞ്ചൽപ്പെട്ടി. കണ്ടോ എന്ത് സ്റ്റൈലാണെന്ന് നോക്കിയേ. കണ്ടോ അഞ്ചൽപ്പെട്ടി മലയാളത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ചൽപ്പെട്ടിയെക്കുറിച്ചും അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണിത് ആരംഭിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ കേരളത്തിൽ നമ്മളൊരു എപ്പിസോഡ് മുമ്പൊരിക്കൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു ഓർമ്മയായി. പിന്നെ വിശിഷ്ട വ്യക്തികളുടെ സ്റ്റാമ്പുകൾ എല്ലാം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വലിയ ഫ്രെയിമിൽ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് നമുക്ക് പല സ്റ്റാമ്പുകളും, നമ്മുടെ നാട്ടിൽ കാണാത്ത പല സ്റ്റാമ്പുകളും നമ്മൾക്ക് വാങ്ങാനൊക്കെ പറ്റും. ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട്. നമ്മളുടെ അഞ്ചലോട്ടക്കാരൻ എന്ന് പറയുന്ന ഓടി കത്ത് കൊണ്ടുവരുന്ന കാലഘട്ടം മുതലുള്ള ചരിത്രം. ഈ കെട്ടിട സമുച്ചയങ്ങളിൽ 7 മ്യൂസിയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. 1857 ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു മ്യൂസിയമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ, ആയുധങ്ങൾ എല്ലാമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വളരെ സമയമെടുത്ത് സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് കാണാനുള്ള അവസരമുണ്ട്. അവിടെ തിരക്കിട്ട് പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചിലവഴിക്കാം. കണ്ടോ ആ കാലത്തുള്ള എത്ര വർഷം മുമ്പുള്ള തോക്കുകളാണിത്. ആ തോക്കിൻ്റെ എല്ലാം ഡിസൈൻ കണ്ടോ. ഒരു പ്രാവശ്യമൊക്കെ ഇത് ഫയർ ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും നിറച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഫയർ. അത്രയ്ക്ക് സ്ലോവിലാണ്. കാരണം തോക്കിൻ്റെ അറ്റം വീതി കൂടിയിരിക്കുന്നുണ്ട്. ആ തോക്കിൻ്റെ അഗ്രഭാഗത്ത് ഒരു പാത്രം പോലെ ഇരിക്കും. കാരണം അതിനകത്ത് മരുന്ന് ഇടിച്ച് നിറയ്ക്കാനുള്ളതാണ്. കണ്ടോ അറ്റത്തൊരു പാത്രം പോലെ വികസിച്ചിരിക്കുന്നുണ്ടോ. കാരണം അതിൻ്റെ ഫ്രണ്ടിലൂടെ മരുന്ന് നിറച്ച് വെടിയുണ്ട നിറച്ച് കുത്തി ടൈറ്റ് ചെയ്ത് പിന്നെ വെടിവെക്കുക. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഇന്നത്തെ ടെക്നോളജി അത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ അതുകൊണ്ട് ഒരു യുദ്ധം നയിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഓരോ ആയുധങ്ങളും ആരാണെന്ന് ഉപയോഗിച്ചിരുന്നത് എന്നെല്ലാം വിശദമായിട്ട് തന്നെ അതിലെഴുതിയിട്ടുണ്ട്. ഇതിലെഴുതിയിരിക്കുന്ന നോട്ട്സ് നോക്കിയിട്ട് അപ്പുറത്ത് പോയിട്ട് വീണ്ടും ഗ്രന്ഥങ്ങളെടുത്ത് നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ അതെല്ലാം വിശദമായിട്ട് കാണിക്കാൻ പോയാൽ നമ്മളൊരു വീഡിയോ ലെങ്ത് വല്ലാതെ കൂടും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ തോക്കുകളുടെ എല്ലാം സൂക്ഷ്മമായിട്ടുള്ള ക്ലോസ് വീഡിയോസ് എടുത്തിട്ടാണ് നമ്മൾ നിർത്തുന്നത്. ഒരു 3 മണിക്കൂർ ഇതിനകത്ത് ചിലവഴിച്ചതിന് ശേഷമാണ് നമ്മൾ പുറത്തിറങ്ങിയത്. ചെങ്കോട്ട കണ്ടു കഴിഞ്ഞില്ലേ? ഇനി ചെങ്കോട്ട മാത്രമല്ല, ഡൽഹിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. കുറച്ച് ദിവസം ഇവിടെ ഉണ്ട്. നമ്മൾക്ക് ഡൽഹിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാം. നിങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക അല്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഡൽഹിയിലെ മറ്റു വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.